ഒരു കാലത്തിൽ 50 രൂപയ്ക്ക് പെട്രോളിന് വേണ്ടി കുന്ത് കാളതള്ളി തള്ളിവരാണ്. അവരാണ് കേന്ദ്രം ഭരിക്കുന്നത്. ശോഭ സുരേന്ദ്രനും പണ്ട് സ്വാതന്ത്ര്യം അർദ്ധരാത്രി കണ്ടിരുന്നത് ഫ്രീഡം ആഫ്റ്റർ മിഡ് നൈറ്റ്. അത് രാത്രി കൂടുമായിരുന്നു. നിങ്ങൾക്കൊക്കെ അറിയായിരുന്നു. നമുക്കിപ്പോൾ ഒരു 100 രൂപ ഉണ്ടായിരുന്നെങ്കിൽ അന്ന് അവർ പറയുമായിരുന്നു രാത്രി നിങ്ങൾക്ക് അടുത്ത ദിവസം വരും എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു ഫുൾ ടാങ്ക് അടിക്കുമായിരുന്നു. ഇന്നലെ ഞാൻ 1 ലിറ്റർ അടിച്ചാണ് 111 രൂപ സംതിങ് ആയിരുന്നു. ഇന്ന് രാവിലെ 115 രൂപ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിത് അറിഞ്ഞിരുന്നെങ്കിൽ നമ്മൾ ഫുൾ ടാങ്ക് അടിച്ചിരുന്നെങ്കിൽ കുറഞ്ഞ വശം ഇവർ ഈ പറഞ്ഞ യുദ്ധത്തിന്റെ പേരിൽ അടിസ്ഥാനത്തിലല്ലേ ഈ കൂടിയതെല്ലാം ഇവർ കുറയ്ക്കുമോ? നിങ്ങൾ തന്നെ തോന്നുന്നത്. നിങ്ങൾക്ക് തന്നെ ഒരു അഭിപ്രായം ഉണ്ടെന്ന് വെച്ചാൽ ഈ പെട്രോൾ പമ്പിൽ ഇവർ തന്നെ ചോദിച്ചു ഇവരറിയുമെങ്കിൽ ഇവർക്ക് തന്നെ വാസത്തിൽ ഫുൾ ടാങ്ക് അടിക്കുമെന്നാണ് ഇവർ പറഞ്ഞത്. ഇതിപ്പോൾ ഓരോ ദിവസം കൂടുമെന്ന് പറയുമ്പോൾ ഇങ്ങനെ കൂടിപ്പോയാൽ എത്ര ആൾ പോകും? 120 ആവോ 130 ആവോ? ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് ഇവർ നേരത്തെ കൂടി പറഞ്ഞിരുന്നെങ്കിൽ നമുക്ക് നിങ്ങൾ ന്യായമായിട്ട് ഒന്ന് ആലോചിച്ച് നോക്ക്. അത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അറിഞ്ഞിരുന്നെങ്കിൽ നമ്മൾ ഫുൾ ടാങ്ക് അടിക്കൂലേ അല്ലേ? ഇതിപ്പോൾ 107 രൂപ ഈ 12-13 ദിവസം കൊണ്ട് 115 രൂപ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 8 രൂപ 9 രൂപ കൂടുമ്പോൾ ഇവിടെ വില കയറ്റം മാത്രമല്ല എല്ലാത്തിനും ആകെ താളം തെറ്റി. കേന്ദ്ര ഗവൺമെന്റ് ആണോ സംസ്ഥാന ഗവൺമെന്റ് ഭാഗമായിട്ട് എന്താണെന്ന് ഇവർ കുറയ്ക്കുന്നു പറഞ്ഞ് കുറയ്ക്കും ചെയ്ത് ഒരു സർക്കാരിനെ ഇവർ വിമർശിക്കുക ഇവർക്ക് മാറ്റിക്കൊണ്ട് അടുത്ത സർക്കാരിനെ ഇവർ കയറ്റി എന്നിട്ട് ഇവർ വല്ലതും കുറയ്ക്കുമോ? സംസ്ഥാന സർക്കാരിന്റെ ഭാഗമായിട്ട് ഇവർ വല്ലതും കുറയ്ക്കുമോ? എല്ലാവർക്കും പ്രതിപക്ഷത്തിരിക്കുമ്പോൾ എല്ലാവർക്കും വലിയ രീതിയിൽ ഘോരമായി പറയാം. ജനങ്ങളുടെ മേലാണ് എത്തിയിരിക്കുന്നത്. ഒരു യുദ്ധം നടക്കണം, എവിടെയോ ഒരു യുദ്ധം നടക്കണമായിട്ട് കാലത്തിന്റെ അനുസരിതമായിട്ട് ഒരു കേന്ദ്ര സർക്കാർ അതിനനുസരിച്ച് ഒരു മുന്നൊരുക്കമായിട്ട് വല്ലതും ചെയ്തോ? ജീവിക്കാൻ കഴിയാത്തൊരു സാഹചര്യത്തിൽ ഇപ്പോൾ എത്തിയിരിക്കുന്നു അല്ലേ? അല്ലാതെ നിങ്ങൾ മാധ്യമ പ്രവർത്തകരെ നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് ചോദിച്ച് നമ്മുടെ സാധാരണക്കാരെ ഞാൻ പറയുന്നത് എന്റെ മോൻ ഇപ്പം കുറച്ച് മുമ്പ് ഞാൻ അവനോട് ഇത്രയും പറയുമ്പോൾ അതിന് ഞാൻ എന്ത് ചെയ്യണമെന്നാണ്. അതായത് നമുക്ക് 10-51 വയസ്സായ നമുക്കൊക്കെ ഇതൊക്കെ കണ്ട് പ്രവർത്തിച്ച് വന്നപ്പോൾ നമുക്ക് ഒന്നും പ്രതിഷേധിക്കാന്നുള്ളത് തോന്നണമെങ്കിൽ ഇപ്പോഴത്തെ പുതിയ ജൻസി പിള്ളേർക്ക് അങ്ങനെ തോന്നലുണ്ടായിട്ടില്ല. ഉണ്ടായിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ടോ? അത് നമുക്കെന്താണ്, നമുക്ക് 220 ആയാലും ശരി തന്നെ ഇവിടെ ആർക്കും ഇതിന് കുഴപ്പമില്ലെന്ന്. ഇനിയിപ്പോൾ എല്ലാ കാര്യത്തിനും വില കയറ്റാൻ കഴിയാലും എന്ത് സംഭവിച്ചാലും അറിവില്ല. ഒരു കാലത്തിൽ 50 രൂപയ്ക്ക് പെട്രോളിന് വേണ്ടി കുന്ത് കാളതള്ളി തള്ളിവരാണ്. അവരാണ് കേന്ദ്രം ഭരിക്കുന്നത്. ശോഭ സുരേന്ദ്രനും ചേട്ടൻ വണ്ടി ഓടിച്ച സമയത്തൊക്കെ എത്രയായത് പെട്രോളിൽ ഓർമ്മയുണ്ടോ? വയനാട്ട് 20 രൂപയൊക്കെ. അതാണ് ഇപ്പം 91-92 കാലത്തിൽ 18 രൂപ. ആ പൈസയാണ് ഇപ്പം 115 എത്തിയത് അല്ലേ? അല്ല, അവര് പറയുമ്പോ അവിടുത്തെ ഇതാണെന്നൊക്കെ യുദ്ധത്തിനനുസരിച്ച് കാലത്ത് പറയുമെങ്കിലും അതുകൊണ്ട് ജനങ്ങൾക്ക് കുറച്ച് ബോധങ്ങളുണ്ട്. ജനങ്ങൾ സഹകരിച്ചു പോകുന്നത്. പക്ഷെ സഹകരിക്കണം, ഇങ്ങനെയാണ് സഹകരിക്കുന്നത്. കഴിച്ചാൽ നിങ്ങൾക്ക് അർദ്ധരാത്രിയിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ ഓരോ കാലത്തിലും ഇത് മാറ്റി. അന്ന് അർദ്ധരാത്രി ചെയ്യുന്ന പറഞ്ഞാൽ പകലാക്കി ഇന്നും നാളെ 100 രൂപ നോക്കിയോ? 100 രൂപ ആകുമ്പോൾ നിങ്ങളൊന്നും പ്രതിഷേധിക്കണമെങ്കിൽ നിങ്ങൾ ഇതുപോലെ മാധ്യമ പ്രവർത്തകർ കുറച്ച് പേർക്ക് ചോദിക്കും. അത് അവർക്ക് ആർക്കും കേട്ടിട്ട് ഇതില്ല, കേട്ട ഭാവം നടിക്കില്ലെന്ന്. ഇതിൽ എന്താണ് കാര്യം വെച്ച് കഴിഞ്ഞാൽ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജനങ്ങൾ കുറച്ച് പേര് കുറയ്ക്കുന്നില്ല. 99% നിശബ്ദരാണ്. 1% പേര് മാത്രമേ ഇതിന് ശബ്ദം ഉയർത്തുള്ളൂ. അവർക്കൊന്നും ചെയ്യാനും പറ്റില്ല. നാളെ ഇത് വാസത്തിൽ ഇങ്ങനെ തന്നെ ഉണ്ടാവും. ഇദ്ദേഹം സൂചിപ്പിച്ച പോലെ തന്നെ ഓരോ ദിവസവും ആശങ്കയാണ്. കാരണം നാളെ എത്ര കൂടുമെന്നുള്ള ഒരു ആശങ്ക തന്നെയാണ് നിലനിൽക്കുന്നതെന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം.